ഇവരുടെ റിലേഷൻഷിപ്പ് എത്ര നല്ലതാണോ? ഇവർ തമ്മിൽ എത്ര റൊമാൻറ്റിക് ആണ്? ഇവരുടെ പാർട്ട്ണർ എത്ര കെയറിങ് ആണ്? നമ്മുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങൾ ഒരിക്കലെങ്കിലും മറ്റൊരു കപ്പിളിനെ കണ്ടിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ മറ്റുള്ളവരുടേതുമായി കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മറ്റൊരാളുടെ റിലേഷൻഷിപ്പ് കാണുന്നത് അതിൻ്റെ മുഴുവൻ കഥയല്ല. നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എല്ലാ റിലേഷൻഷിപ്പും ഒരുപോലെയല്ല. ചില കപ്പിൾസ് ഒരുപാട് സംസാരിക്കും, ദിവസം മുഴുവൻ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും, അഫെക്ഷൻ ഓപ്പൺലി കാണിക്കും. മറ്റ് ചില കപ്പിൾസ് അങ്ങനെ ആയിരിക്കില്ല. അവരധികം സംസാരിക്കില്ല, പക്ഷെ ആവശ്യമുള്ള സമയത്ത് ഒരാൾ മറ്റൊരാളുടെ കൂടെ ഉണ്ടാകും. ചിലർ ലവ് വേർഡ്സിലൂടെ കാണിക്കും, ചിലർ ആക്ഷൻസിലൂടെ കാണിക്കും. ഒരാൾ ഐ ലവ് യു എന്ന് ദിവസവും പറയണമെന്നുണ്ടാകും. മറ്റൊരാൾ അത് പറയാതെ തന്നെ നീ കഴിച്ചോ, വന്നിട്ട് പറയണേ, നിനക്കിത് ഇഷ്ടമാണല്ലോ അതുകൊണ്ട് വാങ്ങി എന്ന ചെറിയ കാര്യങ്ങളിലൂടെ കെയർ കാണിച്ചേക്കും. അതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് മറ്റൊന്നിനേക്കാൾ കുറച്ച് റൊമാൻറ്റിക് ആയി തോന്നുന്നു എന്നതുകൊണ്ട് അത് കുറച്ച് ലവ് ഉള്ള റിലേഷൻഷിപ്പ് ആകണമെന്നില്ല. റിലേഷൻഷിപ്പ് പാറ്റേൺ വ്യത്യസ്തമാണ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ആ രണ്ട് ആളുകൾ തമ്മിൽ സാധാരണയായി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അഫെക്ഷൻ കാണിക്കുന്നു, കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നു, സ്പേസ് കൊടുക്കുന്നു എന്നൊക്കെയാണ്. ഉദാഹരണത്തിന് ഒരു കപ്പിളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ അത് സംസാരിച്ച് തീർക്കണം എന്നായിരിക്കും. മറ്റൊരു കപ്പിളിന് കുറച്ച് സമയം ക്വിറ്റ് ആയിരുന്നിട്ട്, അതായത് കുറച്ച് സമയം ഒന്ന് സൈലൻ്റ് ആയിട്ട് പിന്നീട് സംസാരിക്കുന്നതാണ് കംഫർട്ടബിൾ. ഒരാൾക്ക് പാർട്ട്ണറിനൊപ്പം എല്ലാം ഷെയർ ചെയ്യണമെന്നുണ്ടാകും, മറ്റൊരാൾക്ക് കുറച്ച് പേഴ്സണൽ സ്പേസ് ആവശ്യമുണ്ടാകും. ഇവയിൽ ഒന്നിന് മാത്രമാണ് നമ്മൾ ശരിയായ റിലേഷൻഷിപ്പ് എന്ന് നമുക്കങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. പ്രധാനപ്പെട്ടത് പാറ്റേൺ എന്താണെന്നതല്ല, ആ പാറ്റേൺ ഇരുവർക്കും ഹെൽത്തി ആയിട്ടാണോ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ കാണുന്നത് കമ്പാരിസൺ മാത്രമാണ്. ഇവിടെയാണ് പലപ്പോഴും പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ മറ്റൊരു കപ്പിളിനെ റെസ്റ്റോറൻറ്റിൽ കാണുന്നു, അവർ ചിരിക്കുന്നുണ്ട്, പരസ്പരം സംസാരിക്കുന്നു, ഒരുമിച്ച് ഫോട്ടോസ് എടുക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യും. ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ. പക്ഷെ നമ്മൾ അറിയാത്തത് എന്താണ്, അവർ വീട്ടിലെത്തിയാൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾക്കറിയില്ല. അവരുടെ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. അവരുടെ ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും നല്ല മൊമെൻറ്റ്സ് മറ്റുള്ളവർ കാണാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരാളുടെ ഹൈലൈറ്റ് കാണിച്ച് നമ്മുടെ എൻ്റെ റിലേഷൻഷിപ്പിനെ ജഡ്ജ് ചെയ്യുന്നത് അതത്ര നല്ലതല്ല. റൊമാൻറ്റിക് അല്ലാത്തത് എന്ന് പറയുന്നത് ലവ് ഇല്ലാത്തതാണോ? അല്ല. റിലേഷൻഷിപ്പിൽ റൊമാൻസ് പ്രധാനമാണ്, അഫെക്ഷനും പ്രധാനമാണ്. പക്ഷേ എല്ലാ മനുഷ്യരും അഫെക്ഷൻ ഒരേ രീതിയിൽ പ്രകടിപ്പിക്കണമെന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഗിഫ്റ്റ് നൽകും, ചിലർ സമയം നൽകും, ചിലർ സഹായിക്കും, ചിലർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് പാർട്ട്ണർ നമ്മളോട് മറ്റുള്ളവരുടെ പാർട്ട്ണറിനെ പോലെ പെരുമാറുന്നില്ല എന്നത് നമ്മൾ നോക്കി കാണേണ്ട ആവശ്യമില്ല. അയാൾക്ക് എന്നോട് സ്നേഹമില്ല എന്ന കൺക്ലൂഷനിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ശരിക്കും പകരം നമ്മൾ ചോദിക്കേണ്ടത് അയാൾ ലവ് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നാണ്. ഇത് നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒന്ന് വിലയിരുത്തുക. പക്ഷേ എല്ലാ വ്യത്യാസവും ഹെൽത്തി അല്ല. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്, അതായത് ഓരോ റിലേഷൻഷിപ്പിനും വ്യത്യാസമുണ്ട്. ഇത് പറയുന്നത് പോലെ തന്നെ എല്ലാ ബിഹേവിയറും ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല. അതായത് റെസ്പെക്റ്റ് ഇല്ലായ്മ, കോൺസ്റ്റന്റ് മാനിപ്പുലേഷന്, കൺട്രോളിങ് ബിഹേവിയർ, ഇമോഷണൽ അബ്യൂസ്, ഭയപ്പെടുത്തൽ, അപമാനിക്കൽ, അവഗണിക്കൽ, ഇതൊന്നും അവരുടെ റിലേഷൻഷിപ്പ് പാറ്റേൺ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്, നോർമലൈസ് ചെയ്യാൻ പാടില്ല. അത് ഓക്കെ അല്ല, അത് ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല, അതൊരു നല്ല റിലേഷൻഷിപ്പ് അല്ല, അത് മേ ബി ടോക്സിക് ആവാം. ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള റെസ്പെക്റ്റ്, സേഫ്റ്റി, ട്രസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ, ഇവയ്ക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത തവണ മറ്റൊരു കപ്പിളിനെ കണ്ടിട്ട് അവരുടെ റിലേഷൻഷിപ്പ് നമ്മളുടേതിനേക്കാൾ ബെറ്റർ ആണ് എന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിൽക്കുക. നമ്മളോട് തന്നെ 3 ചോദ്യങ്ങൾ ചോദിക്കാം. 1, ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്നുണ്ടോ? 2, ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ?
3, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ എന്നെ തന്നെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ഇവയ്ക്ക് ഉത്തരം നോക്കുന്നതാണ് മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പിനെ കമ്പയർ ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരാളുടേതുപോലെ ആയിരിക്കണമെന്നില്ല, അത് വളരെ റൊമാൻറ്റിക് ആയിരിക്കണമെന്നില്ല, അത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷേ അതിൽ റെസ്പെക്റ്റ്, കെയർ, ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, എഫേർട്ട് എന്നിവ ഉണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ട്. മറ്റൊരാളുടെ റിലേഷൻഷിപ്പ് പോലെ അങ്ങനെ ആക്കേണ്ടതില്ല നമ്മുടെ റിലേഷൻഷിപ്പ്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണാൻ നല്ല റിലേഷൻഷിപ്പ് എന്നതിലും പ്രധാനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ജീവിക്കാൻ നല്ലൊരു റിലേഷൻഷിപ്പ് ആണോ എന്നത്. അപ്പോൾ ഇതുപോലെയുള്ള റിലേഷൻഷിപ്പ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.